ഉറക്കം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പുലർച്ചെയായിരിക്കാം അവിടെ നിന്നും വിട്ടത്. അങ്ങനെ പുലർച്ചെയാണെങ്കിൽ ആ ഒരു നേരം വൈകി ഉറങ്ങുന്ന ചെറുക്കനായിരിക്കാം. അവൻ ചിലപ്പോൾ രാവിലെ 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടായിരിക്കാം ഈ വണ്ടിയിൽ കയറുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കുറച്ചുകൂടി പക്വതയുള്ള ആൾക്കാരെ വേണം ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഡ്രൈവറിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. നിലവിൽ കോയമ്പത്തൂരിൽ നിന്ന് അതായത് ഈ പൊള്ളാച്ചിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഡ്രൈവറിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ എല്ലാം തന്നെ, അതായത് ഈ കൂട്ടത്തിൽ തന്നെ ഈ 5 പേരുടെ ചിലരുടെ നില ഈ ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇപ്പോഴും മലപ്പുറത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും ടൂറ് പോയ ടീച്ചർമാരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 8 പേരാണ് ഇപ്പോഴും മരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിൻ്റെ ഇതിൽ തന്നെയാണ്. ഒരുപാട് പേര് ടൂറിൽ പോകുന്നുണ്ട്. അതുപോലെ സന്തോഷത്തോടു കൂടിയിട്ട് അവരെല്ലാവരും വാൽപ്പാറ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പോയതായിരിക്കാം. അവിടെ നിന്നാണ് അവർ അപകടത്തിൽപ്പെട്ട് എന്നുള്ളൊരു വാർത്ത വന്നിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ സുരക്ഷ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവ് തന്നെയാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് ഡ്രൈവർ എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരോ ആരെങ്കിലും വേണം. കാരണം കുട്ടികൾ എന്നും കുട്ടികൾ തന്നെയാണ്. 21 വയസ്സുള്ള ഒരു പയ്യൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാകണമെന്നില്ല. അവൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ പ്രായത്തിലുള്ള ആ കളിയും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു അപകടമാണ്. അതായത് ഇതിനടുത്ത് തന്നെ ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഒരു സ്കൂട്ടറുകാരൻ ഇടിച്ചിട്ട് ആ ബൈക്കിലുള്ള പയ്യൻ തെറിച്ചു പോകുന്നതും അവൻ മരണപ്പെട്ടതും ഒക്കെ കണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ സ്കൂട്ടറുകാരൻ്റെ തെറ്റല്ല, അയാൾ പരമാവധി വേഗത കുറച്ച് തന്നെയാണ് വന്നത്. പക്ഷേ ആ പയ്യൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രായം, അവൻ്റെ സ്പീഡ്, അവൻ്റെ വണ്ടി, അങ്ങനെയെന്ന് പറഞ്ഞാൽ അവന് വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്തെ ചിന്തിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തിക്കും. പിന്നെ അങ്ങനെ മാതാപിതാക്കളെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിപ്പോഴും മുഴുവനായിട്ടും ആ പയ്യൻ്റെ പിന്നെ തലയിൽ വെച്ച് കെട്ടാനൊന്നുമല്ല. പക്ഷെ എന്നാലും അതിലെന്തോ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കമൻറ്റുകളിൽ നിന്നും ഈ വണ്ടി ഓടിക്കുന്നവരിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വണ്ടികൾ തന്നെ ശരിക്കും ചുരത്തിലൊക്കെ ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് വേണം. ഇതിലെന്ന് പറഞ്ഞ ഒരു 50-53 വയസ്സൊക്കെ പ്രായമുള്ള ഒരാൾ എഴുതിയ ഒരു കമൻ്റാണ്. അതായത് അയാൾക്ക് ഇത്രയും പ്രായമായിട്ട് തന്നെ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ അതേ വണ്ടി ഓടിച്ച് നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്, കൺട്രോൾ ചെയ്യാൻ എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേ, നമ്മുടെ കുടുംബവുമായിട്ട് പോകുമ്പോഴേ ആ വണ്ടിയുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പല വണ്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ടയറൊക്കെ എന്ന് പറഞ്ഞാൽ വെറും മൊട്ട ടയറാണ്. അതും കൊണ്ട് ഓടുന്നിടത്തോളം ഓടട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ചില മുതലാളിമാർക്ക് പൈസ മാത്രം മതി. അത് പ്രൈവറ്റ് ബസ്സായാലും ശരി, ടൂറിസ്റ്റ് ബസ്സായാലും ശരി, ഏത് തരത്തിലുള്ള കോലാഹലമായി കഴിഞ്ഞാലും ഇവർക്ക് പൈസ മാത്രം മതി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. ശരിയാണ്, എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതൊരു വണ്ടിയാണ്. അതായത് ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട് പൊടിയായി പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാട്ടും കൂത്തും ആഘോഷവും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളൊരു സമാധാനത്തോടു കൂടിയായിരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു 90-ലോ അല്ലെങ്കിൽ ഒരു 2000-ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സിൽ ആകെയുള്ളൊരു ആർഭാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VCR ഉണ്ടാകും. അതിലൊരു സിനിമ വെക്കും. അതാണ് ആകെയുള്ള ആർഭാടം. അല്ലാതെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ലൈറ്റുകളില്ല, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കേൾക്കുന്ന തരത്തിൽ പിന്നെ ഇറിറ്റേഷൻ ആവുന്ന തരത്തിലുള്ള സൗണ്ടുകളില്ല, ഒന്നുമില്ല.
ഇപ്പോഴും നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഭയന്നു പോകും. അത്രയും ഭയങ്കരമായിട്ടുള്ള സൗണ്ടിൽ, അത്രയും ഭയങ്കരമായിട്ടുള്ള ബഹളമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ചെറുപ്പക്കാരനായ ഡ്രൈവറാണ്, അല്ലെങ്കിൽ 21 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിത്തം മാറാത്ത ഡ്രൈവർ ആണെങ്കിൽ അവൻ്റെ മനസ്സ് ഒന്ന് പാതറിപ്പോയാൽ മതി, അല്ലെങ്കിൽ അവനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി, അവിടെ തീരുമെല്ലാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ടൂറ് പോകുന്നത് അടിച്ചു പൊളിക്കാൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സുരക്ഷ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇതിൽ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ്. കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ടീച്ചർമാരാണ് പോയിരിക്കുന്നത്. ഏത് ജീവനായി കഴിഞ്ഞാലും ജീവൻ തന്നെയാണ്, അത് ജീവനല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി കുടുംബത്തോട് യാത്ര പറഞ്ഞ് അങ്ങനെ പോയി എത്ര നല്ല സന്തോഷത്തിലായിരിക്കും അവരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു സന്തോഷമാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇല്ലാതായത്. അതുമാത്രവുമല്ല, ഓരോ കുടുംബത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷമാണ് കെട്ടുപോയിരിക്കുന്നത് ഇപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരായിരിക്കാം, അവരെ കാത്തിരിക്കുന്ന മക്കളുണ്ട്, ഭർത്താവുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴേ. അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല, അതായത് ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ മറ്റേ വണ്ടിക്കാരെയോ കുറ്റം പറയുന്നില്ല. ലാഭം മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. സുരക്ഷയൊന്നും വലിയ കാര്യമേ അല്ല. ഇനിയിപ്പോഴും നമ്മളെല്ലാവരും ഒരു നിയന്ത്രണം എടുക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ടയർ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അത് എത്ര ദിവസം ഉണ്ടാകും? ഒരു അപകടം നടന്ന് കുറച്ച് ദിവസം നമുക്കിതൊക്കെ ചർച്ചാ വിഷയമാകും. അത് കഴിഞ്ഞിട്ട് ഇതാരെങ്കിലും നോക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാരും തിരിഞ്ഞു നോക്കൂല. കുറച്ച് ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ചയും കാര്യവും ബഹളവും ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും മൗനിയായിട്ട് മെല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് പോകും. അതാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. കാരണം ഡ്രൈവറുടെ എക്സ്പീരിയൻസ് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് 20 21 വയസ്സുള്ള ചെക്കനായിരിക്കാം, പക്ഷേ അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവന് എക്സ്പീരിയൻസ് ഉണ്ടോ, അവൻ ഇതിൽ എന്തെങ്കിലും വലിയ ഇതുണ്ടോ, ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, കാരണം കുറച്ചുകൂടി പ്രായമുള്ള ഒരാളാണെങ്കിൽ, കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു വണ്ടി എങ്ങനെയാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷേ ചില കുട്ടികൾക്കൊന്നും അറിയില്ല എങ്ങനെയാണ് പോകുന്നതെന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറക്കം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പുലർച്ചെയായിരിക്കാം അവിടെ നിന്നും വിട്ടത്. അങ്ങനെ പുലർച്ചെയാണെങ്കിൽ ആ ഒരു നേരം വൈകി ഉറങ്ങുന്ന ചെറുക്കനായിരിക്കാം. അവൻ ചിലപ്പോഴും രാവിലെ 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടായിരിക്കാം ഈ വണ്ടിയിൽ കയറുന്നത്. അതാർക്കും അറിയില്ല ചിലപ്പോഴേ. അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നിമിഷത്തിന്റെ ഇതിലെന്ന് പറഞ്ഞാൽ കണ്ണി ചിമ്മിപ്പോയാൽ മതി, നമ്മൾ ഏത് കൊല കൊമ്പനായാലും ശരി നമ്മൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത്, വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കുറച്ചുകൂടി പക്വതയുള്ള ആൾക്കാരോടൊക്കെ ആൾക്കാരെ വേണം ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും ചെറിയ പിള്ളമാർ ഏൽപ്പിക്കരുത്. 21 വയസ്സ് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതായത് ഇത്രയും ദുർഘടം പിടിച്ച ഒരു വഴി, അതുമാത്രവുമല്ല ഹെയർപിൻ വളവുകൾ, ഇങ്ങനെയുള്ള ഇതിലൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് വേണം. അതാണ് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തു പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഇനിയും തന്നെ ദുഃഖത്തിൽ ആഴ്ത്താതെ, അതായത് നിരവധി കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ദുഃഖിതരായി കഴിയുന്നുണ്ടാകും. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് രാവിലെ യാത്ര അയച്ചവരല്ലേ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചേതനയേറ്റ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിവിധ ആശുപത്രിയിലാണുള്ളത്. ആലോചിച്ച് നോക്കണം, അവരുടെ ആ ദുഃഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര ആൾക്കാർ വലിയ പ്രതീക്ഷ, അതായത് അവരുടെയൊക്കെ പിന്നെ ചിലപ്പോൾ മാതാവായിരിക്കാം നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അവരുടെ കുടുംബത്തിലെ വിളക്ക് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും നമ്മുടെ മലയാളികളോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മതിയടോ, പാട്ടൊക്കെ കുറച്ച് മതി. എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രാക്ക് കേട്ട് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബഹളമാണ്. എന്തിനിങ്ങനെ ബഹളം വയ്ക്കുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചോ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് കാണിച്ചാൽ ചിലപ്പോഴും വെളിയിലൊന്നും കേൾക്കത്തില്ല. പക്ഷേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് വെളിയിലേക്ക് വരെ സൗണ്ട് എത്തിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ വാർത്തയുടെ ചെറിയൊരു കാര്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അറിയാൻ കഴിഞ്ഞത് അവർക്ക് വേണ്ട ചികിത്സ നൽകി വരികയാണ്. അതേസമയം തന്നെ ഇനി ഇവർക്ക് കൂടുതൽ ചികിത്സ ലഭ്യമാക്കണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ എന്തായാലും അങ്ങോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നുണ്ട്. കൂടാതെ ഈ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അവിടെ നിന്ന് മാറ്റിയതിനാൽ തന്നെ ഇനിയിപ്പോൾ ഈ
ചികിത്സയിലുള്ളവരുടെ അവസ്ഥ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. ഇതിൽ തന്നെ ഈ കൗമാരക്കാർ ഉൾപ്പെടെ ആ ഒരു കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ തന്നെ പരിക്കുകൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാടിനെയാകെ നടുക്കിയ ഒരു അപകട വാർത്തയാണ്. വാൽപ്പാറയിൽ, തമിഴ്നാട്ടിലെ വാൽപ്പാറയിലാണ് ഈ അപകടം ഉണ്ടായത്. വാൽപ്പാറയ്ക്കും പൊള്ളാച്ചിക്കും ഇടയിൽ, വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഹെയർപിൻ വളവുകൾ ഇറങ്ങി ടെമ്പോ ട്രാവലർ വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. വാൽപ്പാറയിൽ നിന്ന് ഏറെക്കുറെ 30 കിലോമീറ്റർ, പൊള്ളാച്ചിയിൽ നിന്ന് ഏറെക്കുറെ 30 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. മലപ്പുറത്തെ പാങ്ങ്. ഇനി ഇതിൻ്റെ അകത്ത് വന്ന ചില കമൻറ്റുകൾ ഞാൻ വായിക്കാം. അതായത് ഇതിൻ്റെ അകത്ത് വന്ന ചില കമൻറ്റുകളാണ്. 21 വയസ്സ്, 40 കൊല്ലമായി വണ്ടി ഓടിക്കുന്ന എനിക്ക് തന്നെ ആ റോഡ് പേടിയാണെന്ന് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് 40 വർഷമായിട്ട് അതേ റോഡിൽ വണ്ടി ഓടിക്കലുണ്ട് അയാൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ 21 വയസ്സുകാരന് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ടാണ്, വളരെ കരുതലോടുകൂടി വേണം ഇതുവഴി പോകാൻ. 21 വയസ്സ് കൊള്ളാം. എല്ലാവരും ആ 21 വയസ്സിനെ തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ 21 വയസ്സ് കാരണം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അവിടെ എന്തോ നടന്നിരിക്കുന്നത് അത് തന്നെയാണ്. ട്രാവലർ നോക്കി ഓടിച്ചില്ലേ, ഇറക്കത്തിൽ ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചാൽ ഫ്ലൂയിഡ് ചൂടായി ബ്രേക്ക് പോകും. കൂടാതെ ഇതിൻ്റെ ബോഡി പൗഡർ ടിൻ ആണ്. അസൽ പാട്ട, ഒരു നല്ല ആംഗ്ലർ പോലും ഇല്ല. ഡേഞ്ചറസ് വണ്ടിയാണ്. പകരം വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് മോനെ പൊളി കളിച്ചു നിൽക്കുന്നു എന്നുള്ള തരത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ വണ്ടീനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതൊന്നും നമുക്കറിയില്ല. വണ്ടീൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് കമൻറ്റുകളാണ് ഇങ്ങനെ വരുന്നത്. അത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പരിചയമുള്ളവർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കമൻറ്റൊക്കെ ഇടുന്നത്. കാരണം അത് ആ റൂട്ട് പരിചയമുള്ളവർ, അതിൽ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിർബന്ധം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വരാനുള്ളത് വന്നു. ഇനിയെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഇല്ലാതെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത്, ഇനിയിപ്പോൾ ഇവരെ സ്കൂൾ ബസ്സാണെന്നൊന്നും അറിയില്ല, ആ ബസ്സാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഭയന്നു പോകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടയറിൻ്റെ അവസ്ഥ അതിലും ഭയങ്കര ഭീകരമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചു പോകുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാത്ത് ഒരു വലിയ കുടുംബമുണ്ട്. അതുപോലെ തന്നെയാണ് ഡ്രൈവർമാരെ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. രാവിലെയൊക്കെ ആണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പറയുന്നേ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആണെങ്കിൽ രാത്രി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്ക് ഫ്രഷ് ആയിരിക്കും. അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഇന്ന് 10-12 മണി വരെ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും അതുപോലെ സിനിമക്ക് പോയിട്ടൊക്കെ ഉണ്ടാവുക. അവനൊക്കെ പിന്നീട് 4 മണി 5 മണിയാകുമ്പോൾ വന്ന് എങ്ങനെയൊക്കെയോ എടുത്തിട്ട് പോകുന്നതായിരിക്കാം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു. നന്ദി, നമസ്കാരം.